ആ ഭക്തി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്ഷേത്രങ്ങളും ക്ഷേത്രസങ്കല്പങ്ങളും ഉത്സവങ്ങളും എല്ലാം നമ്മളിൽ ഓരോരുത്തരിലും ഭക്തിയുടെ കണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പം എന്തിനാണ് ഭക്തി? അപ്പം നമ്മളെല്ലാം ഈശ്വരൻ്റെ അംശങ്ങളാണ്. അപ്പം നമ്മുടെ ഉള്ളിലുണ്ട് ഈശ്വരൻ. നമ്മൾ ശബരിമലയൊക്കെ പോകുമ്പോൾ കാണാം തത്വമസി എന്ന് കാണാം, അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഉപനിഷത്ത് വാക്യം. അത് നീയാകുന്നു എന്നാണ് പറയുന്നത്. ഏത്? ഈശ്വരൻ നീയാകുന്നു. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഈശ്വരൻ്റെ അംശങ്ങളാണ്. നമ്മുടെ ഉള്ളിലെല്ലാം ഈശ്വരനുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരൻ്റെ പ്രഭാവം കൊണ്ടാണ് നമുക്ക് ചിരിക്കാനും ചിന്തിക്കാനും ചലിക്കാനും ഒക്കെ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരാംശത്തിൻ്റെ പ്രഭാവം, ആ ഈശ്വരാംശത്തെ ഉണർത്താനാണ് നമുക്ക് ഭക്തി ഉണ്ടാകണം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഈശ്വരനുണ്ട്. ആ ഈശ്വരാംശത്തെ ഉണർത്താൻ ഭക്തി ആവശ്യമാണ്. എന്തിനാണ് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരാംശത്തെ ഉണർത്തുന്നത്? നമുക്കറിയാം, നമ്മൾ നല്ല തടിച്ച് കൊഴുത്ത് മെഴുത്ത് സുന്ദരമായ നല്ല ശരീരം ഉണ്ടാകാൻ നല്ല ആഹാരം കഴിച്ചാൽ മതി. നല്ല പോഷകാഹാരങ്ങൾ കഴിച്ചാൽ നല്ല സുന്ദരമായ വെളുത്ത് തുടുത്ത് നല്ല ശരീരമുണ്ടാവും. പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ട് ഒരു ശരീരം. നാം ആ ശരീരത്തെ ആത്മാവ് എന്ന് വിളിക്കും. നമ്മുടെ ഉള്ളിലുള്ള ഒരു ശരീരം ആത്മാവ് എന്ന് വിളിക്കും. ആ ആത്മാവിൻ്റെ പരിപോഷണം സാധ്യമാകേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരം വെളുത്ത് തുടുത്ത് സുന്ദരമായ ശരീരമാകാൻ നല്ല ആഹാരം കഴിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ പരിപോഷണവും ആവശ്യമാണ്. എന്നാൽ ഈ ഉള്ളിലുള്ള ആത്മപരിപോഷണത്തിന് ഒരാഹാരവും മതിയാവില്ല, ഒരു വിറ്റാമിനും മതിയാവില്ല. നമ്മുടെ ഉള്ളിലുള്ള ആത്മപരിപോഷണത്തിനുള്ള ആഹാരമാണ് നമ്മുടെ ഭക്തി എന്ന് പറയുന്നത്. അതിന് ആധ്യാത്മികത പരിശീലിക്കുക എന്നുള്ളതാണ് പ്രധാനം. എന്തിനാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ ആത്മപരിപോഷണം, ആത്മാവ് പരിപോഷിപ്പിക്കപ്പെടണം എന്ന് പറയുന്നത്? എന്തിനാണ്? നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയാറില്ല, നോക്കൂ അയാൾ എത്ര നല്ല മനുഷ്യനാണ്, അയാൾ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന മനുഷ്യനാണ്, ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അയാളത് വിജയിപ്പിച്ചേ തിരിച്ചു വരൂ എന്ന് നമ്മൾ ചില ആളുകളെ കുറിച്ച് പറഞ്ഞു പോകാറില്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് പറഞ്ഞു പോകുന്നത്? എന്തുകൊണ്ടാണ്? അയാളിൽ ആത്മപരിപോഷണം വേണ്ട രീതിയിൽ, ഉള്ളിലുള്ള ഈശ്വരാംശത്തെ, അയാളുടെ ഉള്ളിൽ ഈശ്വരാംശം വേണ്ട രീതിയിൽ പരിപോഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പ്രകാശിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന് കാരണം. നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയും, നോക്കൂ അയാൾ ഏത് കാര്യം തൊട്ടാലും അത് പൊന്നാക്കും. നമ്മളിൽ ചിലർ പറയും, എന്ത് പറയും? ഈശ്വര, ഞാൻ എന്ത് ചെയ്താലും ഇതിങ്ങനെയായി പോകുന്നല്ലോ, ഒന്നും ശരിയാകുന്നില്ലല്ലോ, എല്ലാം പരാജയപ്പെട്ടു പോകുന്നല്ലോ എന്ന് നമ്മളിൽ ചിലരും പറയും. എന്തുകൊണ്ടാണ്? നമ്മളിലുള്ള ഈശ്വരാംശം അത് വേണ്ട രീതിയിൽ പരിപോഷിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ ഏത് നല്ല കാര്യം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചാലും പരാജയപ്പെട്ടു പോകുന്നതിന് പിന്നിലുള്ള കാരണം നമ്മളിലുള്ള ഈശ്വരാംശത്തെ നമുക്ക് വേണ്ട രീതിയിൽ പരിപോഷിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ? ചില കുട്ടികൾ പരീക്ഷയുടെ തലേന്ന് നന്നായി ഇരുന്ന് പഠിക്കും, കൂടെ അമ്മയും ഇരിക്കും, ഉറക്കമിളച്ചിരുന്ന് കുട്ടികൾ പഠിക്കും. രാത്രി 1 മണിയും 2 മണിയും 3 മണിയും ഒക്കെ ആകുന്നത് വരെ കുട്ടികൾ പഠിക്കും. പഠിച്ച കാര്യങ്ങളെല്ലാം അമ്മയെ പറഞ്ഞ് കേൾപ്പിച്ചതിന് ശേഷമാണ് കുട്ടി ഉറങ്ങുക. ഇങ്ങനെയുള്ള ചില കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു കുട്ടി നന്നായി പഠിച്ചു, രാത്രിയിൽ ഉറക്കമിളച്ചിരുന്ന് പഠിച്ചു, അമ്മ കൂടെ ഇരുന്ന് പഠിച്ചു, പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് പോയി, പരീക്ഷ എഴുതി ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ചില കുട്ടികളെ കണ്ടിട്ടില്ല, അവരിങ്ങനെ വട്ടത്തിൽ നിൽക്കും, എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ കയ്യിലെടുക്കും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും.
നീ അതെഴുതിയോ? നീ അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് എഴുതിയത്? നീ എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി? ആ കൂട്ടത്തിൽ ഈ കുട്ടി ഇന്നലെ രാത്രി ഉറക്കമുളച്ചിരുന്ന് അമ്മയെ കൂടെ ഇരുന്ന് പഠിച്ച കുട്ടി ഒരു ഞെട്ടലോടുകൂടി പറയാണ്, ഈശ്വര, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് എഴുതാൻ പറ്റിയില്ലല്ലോ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ഇന്നലെ രാത്രി ഉറക്കമുളച്ചിരുന്ന് പഠിച്ചതാണ്, അമ്മയെ പറഞ്ഞു കേൾപ്പിച്ചതാണ്, എന്നിട്ട് അതെനിക്ക് എഴുതാൻ സാധിച്ചില്ലല്ലോ. ആ ഉത്തരത്തിൻ്റെ ചോദ്യമാണ് ഇത് എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ. കുട്ടിയുടെ വേവലാതിയും വെപ്രാളവും വിഷമവും സങ്കടവും വീണ്ടും ഒന്നും കൂടി പരീക്ഷാ ഹാളിലേക്ക് ഓടിക്കയറി ടീച്ചറുടെ കയ്യിൽ നിന്ന് ഉത്തരക്കടലാസ് പിടിച്ചു വാങ്ങി താൻ പഠിച്ചു വെച്ചിരിക്കുന്ന ഉത്തരം എഴുതി ചേർക്കാനുള്ള ഒരു വ്യഗ്രതയുണ്ടല്ലോ കുട്ടിക്ക്. പക്ഷെ അത് സാധ്യമല്ല. പരീക്ഷ എഴുതി കഴിഞ്ഞ് പേപ്പറും കൊടുത്ത് പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ പേപ്പർ കാണാൻ കിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കുട്ടി ഇന്നലെ പഠിച്ചതാണ്, നന്നായി പഠിച്ചിട്ടുണ്ട്. കുട്ടിയോട് ഇപ്പോ ആ ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ പറഞ്ഞാൽ കുട്ടി വെള്ളം പോലെ പറയും. പക്ഷെ കുട്ടിക്ക് പരീക്ഷാ ഹാളിൽ പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം വന്ന സമയത്ത് തൻ്റെ ഉള്ളിലുള്ള ഉത്തരത്തിൻ്റെ ചോദ്യമാണ് ചോദ്യക്കടലാസിൽ എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നു, മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു. കുട്ടിക്കെല്ലാം ഉണ്ട്, ഓർമ്മശക്തിയുണ്ട്. ഇപ്പൊ പറഞ്ഞാൽ വെള്ളം പോലെ ആ ഉത്തരം പറയും. കുട്ടിക്ക് സാഹചര്യമുണ്ട്. അതുകൊണ്ടാണല്ലോ അമ്മ പോലും ഉറക്കമുളച്ചിരുന്ന് കുട്ടിയുടെ കൂടെ ഇരുന്ന് കുട്ടി പഠിച്ചത്. കുട്ടിക്ക് സാഹചര്യമുണ്ട്, ബുദ്ധിയുണ്ട് കുട്ടിക്ക്. അതുകൊണ്ടാണല്ലോ കുട്ടിക്ക് അത് മുഴുവൻ ബൈഹാർട്ടാക്കാൻ സാധിച്ചത്. എല്ലാം ഉണ്ടായിരുന്നിട്ടും തൻ്റെ ഉള്ളിലുള്ള അറിവിനെ വേണ്ട സമയത്ത് വേണ്ടതുപോലെ എടുത്ത് പുറത്തേക്ക് പ്രകാശിപ്പിക്കാൻ കുട്ടിക്ക് സാധിക്കാതെ പോയത് എന്തുകൊണ്ട്? ആത്മപരിപോഷണത്തിൻ്റെ കുറവാണ്. തൻ്റെ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ വേണ്ട രീതിയിൽ കുട്ടിക്ക് പ്രകാശിപ്പിക്കാൻ സാധിക്കാതെ പോയത് കൊണ്ടാണ് കുട്ടിക്ക് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യാൻ തോന്നാതെ പോകുന്നത്. നമ്മുടെയൊക്കെ അവസ്ഥ ഇതാണ്. നമ്മൾ പലപ്പോഴും പല കാര്യത്തിലും പരാജയപ്പെട്ടു പോകാറുണ്ട്. അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാറുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ പ്രതീക്ഷിക്കാതെ അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരം മാത്രം പുഷ്ടിപ്പെടുത്താനുള്ള എല്ലാം ചെയ്യുന്നു. രാവിലെ ചായ, ഉച്ചയ്ക്ക് ചോറ്, രാവിലത്തെ ചായയുടെ കടി ബാക്കിയുണ്ടെങ്കിൽ 4 മണിക്ക് ചായയും കടിയും, രാത്രി 7 മണിക്ക് വീണ്ടും ഒരു ചായ, പിന്നെ ചോറ്. ഇങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുന്നു നമ്മുടെ ശരീരം പുഷ്ടിപ്പെടുത്താൻ. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഈ ആത്മാവിൻ്റെ ആത്മപരിപോഷണത്തിന് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരാംശത്തെ പരിപോഷിപ്പിക്കാനുള്ള ഒന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലുമൊക്കെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും പരാജയപ്പെടാനുള്ള പരമപ്രധാനമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം പുഷ്ടിപ്പെടുത്തുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തെയും പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിനുള്ള സങ്കേതമാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം ക്ഷേത്രത്തിൽ നടക്കുന്ന ആരാധനയും പ്രാർത്ഥനയും സമൂഹ അർച്ചനയും ഉത്സവവും ഇത്തരത്തിലുള്ള സത്സംഗങ്ങളും ആഘോഷങ്ങളും എല്ലാം നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തെ ഉണർത്താനും നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരാംശത്തെ ഉണർത്താനുമുള്ള ആത്മ. ചില ആളുകളെ കണ്ടിട്ടില്ലേ, ജീവിതത്തിൽ എത്ര സങ്കടങ്ങൾ വന്നാലും എത്ര വിഷമങ്ങൾ വന്നാലും പുഞ്ചിരിച്ചുകൊണ്ട് ജീവിച്ച് നിസാരമായി അതിനെയൊക്കെ തള്ളി മുന്നോട്ട് പോകുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? ചില ആളുകൾ എന്താണ്, ജീവിതത്തിൽ എന്തെങ്കിലും നിസാരമായ പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ വരുന്ന സമയത്താകെ തളർന്ന് അവശരായി എല്ലാം തകർന്നു എന്നുള്ള രീതിയിൽ ജീവിതത്തെ കാണുന്നവരുമില്ലേ? എന്തുകൊണ്ടാണ്? ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും അതിനെ പുഞ്ചിരിച്ച് തള്ളി മാറ്റിക്കൊണ്ട് തൻ്റെ വഴിക്ക് സുഗമമായി നടന്നു പോകുന്ന ആളുകൾ, അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്? അവരിൽ ജ്വലിക്കുന്ന ഈശ്വരാംശമുണ്ട്. ആത്മപരിപോഷണം വേണ്ട രീതിയിൽ അവരിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എത്ര സങ്കടങ്ങൾ ജീവിതത്തിൽ വന്നാലും,
എത്ര പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാലും അതിനെയെല്ലാം നിസാരവൽക്കരിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്ന, സന്തോഷത്തോടു കൂടി ജീവിച്ചു പോകുന്ന ആളുകളെ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും. എങ്ങനെ അവർക്ക് സാധിക്കുന്നു? ചിലപ്പോൾ ഒരു ദിവസം നയാ പൈസ പോലും കയ്യിലുണ്ടാവില്ല, എങ്കിലും സന്തോഷത്തോടു കൂടി കഴിയുന്ന ആളുകൾ. ഇട്ടും മൂടാൻ പണമുണ്ടായിട്ടും സങ്കടത്തിൽ കഴിയുന്ന ആളുകൾ. അപ്പൊ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ ജീവിതം സുഖസമ്പൂർണമാകാൻ ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? നമ്മൾ ഈശ്വരനിലേക്ക് അടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാം ലക്ഷ്യം. മനുഷ്യരുടെ എല്ലാം ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സുഖം കിട്ടുക എന്നുള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുഖം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നണയും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഈ സുഖം എവിടെയാണ് കിട്ടുക എന്ന് അന്വേഷിച്ച് അലയുകയാണ് നമ്മളെല്ലാവരും. നമ്മളെവിടെയെല്ലാം അന്വേഷിക്കാറുണ്ട് സുഖത്തിന് വേണ്ടിയിട്ട്. നമ്മൾ സിനിമ ടാക്കീസിൽ പോവും, അങ്ങോട്ട് പണവും കൊടുത്ത് ഇരുട്ടത്തിരുന്ന് ആ സ്ക്രീനിൽ വരുന്ന ചിത്രങ്ങളെല്ലാം കണ്ട് പാട്ടുകളെല്ലാം കണ്ട് സുഖമനുഭവിച്ച് സിനിമ ടാക്കീസിൻ്റെ വാതിലും തുറന്ന് പുറത്തിറങ്ങുമ്പം തുടങ്ങും നമ്മുടെ പ്രാരാബ്ധങ്ങളെ കുറിച്ചുള്ള ചിന്ത. ഈശ്വര, നാളെയല്ലേ ലോൺ അടക്കേണ്ടത്? ഈശ്വര, സ്വർണം പണയം വെച്ചതിൻ്റെ കടലാസ് വീട്ടിൽ വന്ന് കിടക്കുന്നുണ്ടല്ലോ, അത് നാളെയല്ലേ അടക്കേണ്ടത്? ഈശ്വര, മകളുടെ കല്യാണം കഴിഞ്ഞില്ലല്ലോ, ഇനി എപ്പോഴാ ഒരു ആലോചന വരും? എന്തെല്ലാം പ്രാരാബ്ധങ്ങളെ കുറിച്ചുള്ള ചിന്തയായിരിക്കും നമ്മൾക്ക്. അങ്ങോട്ട് പണവും കൊടുത്ത് സുഖമനുഭവിച്ച് ടാക്കീസിൻ്റെ ഡോറും തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക എന്തെല്ലാം ചിന്തകൾ. അപ്പൊ ഇത് യഥാർത്ഥ സുഖമാണോ? അപ്പൊ നമുക്ക് ആത്യന്തികമായ സുഖം എവിടെ നിന്നാണ് കിട്ടുക? ഈ അന്വേഷണമാണ് നമ്മൾ നടത്തേണ്ടത്. സുഖം നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല. ഒരു പാർക്കിൽ പോയാൽ കിട്ടുന്ന സുഖം അത് നൈമിഷികമാണ്, അല്പസമയത്തേക്ക് മാത്രമേ നിൽക്കൂ. പാർക്കിൽ നമ്മൾ ഇങ്ങനെ കറങ്ങുന്നതിൻ്റെ മുകളിൽ കയറും, ഇങ്ങനെ കറങ്ങുന്നതിൻ്റെ മുകളിൽ കയറും, വെള്ളത്തിൽ തുള്ളും, ചാടും, മറിയും, എല്ലാം കഴിഞ്ഞ് പാർക്കിൻ്റെ ഗേറ്റും കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞ സർവ്വപ്രാരാബ്ധങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. ഇപ്പം യഥാർത്ഥമായ സുഖം നമുക്കെവിടെ നിന്നാണ് കിട്ടുക? ഈ യഥാർത്ഥമായ സുഖം അത് പുറമെ എവിടെയുമല്ല, അത് നമ്മളിൽ തന്നെയാണ്. അത് കണ്ടെത്താനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. നമ്മൾ കസ്തൂരിമാനിനെ കണ്ടിട്ടില്ലേ? കസ്തൂരിമാനിൻ്റെ പ്രത്യേകത എന്താ? കസ്തൂരിമാനിൻ്റെ നാഭിയിൽ ഉണ്ടാകുന്ന ഒരു വിശിഷ്ടമായ വസ്തുവാണ് കസ്തൂരി എന്ന് പറയുന്നത്. ആ കസ്തൂരിമാനിൻ്റെ ദേഹത്ത് ഈ കസ്തൂരി ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ചുറ്റുപാടും മുഴുവൻ നല്ല സുഗന്ധമായിരിക്കും, നല്ല മണമുണ്ടാവും. പക്ഷേ ഈ കസ്തൂരിമാനിന് അറിയില്ല ഈ സുഗന്ധം എവിടെ നിന്ന് വരുന്നു എന്നുള്ളത്. തൻ്റെ ദേഹത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ആ വിശിഷ്ടമായ കസ്തൂരി എന്ന് പറയുന്ന വസ്തുവിൽ നിന്നാണ് ഈ സുഗന്ധം വരുന്നത് എന്നറിയാതെ കസ്തൂരിമാൻ ആ കാടുനീളെ നടക്കും, അന്വേഷിച്ച് ആ സുഗന്ധത്തിൻ്റെ സ്രോതസ് എവിടെയാണ് എന്ന് അന്വേഷിച്ച് കസ്തൂരിമാൻ നടക്കും. ഇതുപോലെയാണ് അവസാനം അത് കണ്ടെത്താതെ തൻ്റെ ശരീരത്ത് തന്നെയാണ് ഈ സുഗന്ധത്തിൻ്റെ വസ്തു ഇരിക്കുന്നത് എന്ന് തിരിച്ചറിയാതെ കസ്തൂരിമാൻ അതിൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യും. ഇതുപോലെയാണ് നമ്മൾ. യഥാർത്ഥമായ സുഖം എവിടെയാണ് ഇരിക്കുന്നത് എന്നറിയാൻ അന്വേഷിച്ച് നടക്കുകയാണ്. അത് നമ്മളിൽ തന്നെയാണ് ഉള്ളത് എന്ന് തിരിച്ചറിയാതെ മനുഷ്യൻ സുഖവും അന്വേഷിച്ച് ഇറങ്ങുകയാണ് ലോകം മുഴുവൻ. എന്നിട്ടോ വേണ്ടത്ര സുഖം അനുഭവിക്കാതെ നമ്മുടെ ജീവിതം തീരുകയും ചെയ്യും. ഈ സുഖം നമ്മളിൽ തന്നെയാണ്, വേറെ എവിടെയും അന്വേഷിച്ച് പോകേണ്ടതില്ല. നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ ഉള്ളിലാണ് ഈ സുഖം ഇരിക്കുന്നത്. നമുക്ക് നമ്മളെ അറിയാൻ സാധിച്ചാൽ നമുക്ക് സുഖം അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ ഉള്ളിലാണ് സുഖം ഇരിക്കുന്നത്. നമ്മുടെ മനസ്സിനെ വേണ്ട രീതിയിൽ സംസ്കരിച്ചെടുത്താൽ നാം നല്ല സുഖത്തിൻ്റെ ഉടമകളായി മാറും. നമ്മുടെ മനസ്സിനെ വേണ്ട രീതിയിൽ ഈശ്വരൻ എങ്ങനെയുള്ള ആളുകളെയാണ് അനുഗ്രഹിക്കുന്നത്? ഈശ്വരൻ അനുഗ്രഹിക്കുന്നതിൻ്റെ അളവുകോൽ എന്താണ്?
ഒരു ദിവസം ഈശ്വരൻ വിചാരിക്കുന്നത് ഇയാൾക്ക് ഇത്ര വിദ്യാഭ്യാസമുണ്ട്, അതുകൊണ്ട് ഇന്ന് അയാളെ അനുഗ്രഹിച്ച് കളയാം എന്ന് ഈശ്വരൻ വിചാരിക്കുമോ? ഇയാൾക്ക് ഇത്ര സമ്പത്തുണ്ട്, അതുകൊണ്ട് ഇന്ന് ഞാൻ ഇയാളെയാണ് അനുഗ്രഹിക്കുന്നതെന്ന് ഈശ്വരൻ വിചാരിക്കുമോ? ഇയാൾക്ക് ഇത്ര സാമൂഹിക പദവിയുണ്ട്, അതുകൊണ്ട് ഇന്ന് ഇദ്ദേഹത്തെ അനുഗ്രഹിച്ച് കളയാമെന്ന് ഈശ്വരൻ വിചാരിക്കുമോ? എങ്ങനെയുള്ളവരെയാണ് ഈശ്വരൻ അനുഗ്രഹിക്കുന്നത്? ഈശ്വരൻ അനുഗ്രഹിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണ്? അളവുകോൽ എന്താണ്? ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ശവപ്പെട്ടി വിൽക്കുന്ന ആളുണ്ട്. ഇപ്പം ഈ ശവപ്പെട്ടി വിൽക്കുന്ന ആള് എങ്ങനെയാ പ്രാർത്ഥിക്കുക? ശവപ്പെട്ടി വിൽക്കുന്ന ആൾ എങ്ങനെയാ പ്രാർത്ഥിക്കുക? ഈശ്വരാ, എനിക്ക് ഇന്നൊരു ശവപ്പെട്ടിയെങ്കിലും വിൽക്കാൻ സാധിക്കണേ എന്നാണ് അയാൾ പ്രാർത്ഥിക്കുക. കാരണം എന്താ? ഒരു ശവപ്പെട്ടി വിറ്റ് കിട്ടിയാലേ അയാൾക്ക് അയാളുടെ വീട്ടിലേക്കുള്ള അരിയും സാധനങ്ങളും വാങ്ങാൻ സാധിക്കൂ, അടുപ്പ് പുകയൂ. കുട്ടികൾക്ക് യൂണിഫോം വാങ്ങണമെങ്കിൽ ഒരു ശവപ്പെട്ടി വിറ്റ് കിട്ടണം. അപ്പൊ ശവപ്പെട്ടി വിൽക്കുന്ന ആൾ പ്രാർത്ഥിക്കും, ഈശ്വരാ, ഇന്ന് എനിക്കൊരു ശവപ്പെട്ടിയെങ്കിലും വിൽക്കാൻ സാധിക്കണേ എന്ന്. ഇപ്പൊ തൊട്ടടുത്ത വീട്ടിൽ ഒരാളുണ്ട്, രോഗാതുരനായി കിടക്കുന്ന ആള് അവശനായി കിടക്കുകയാണ്, രോഗം ബാധിച്ച്. അയാളുടെ ആശ്രിതർ ഭാര്യയും മക്കളും എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? ഭാര്യ പ്രാർത്ഥിക്കും, ഈശ്വര, എൻ്റെ ഭർത്താവിൻ്റെ അസുഖം വേഗം ഭേദമാകണേ, അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ വേണ്ടി സാധിക്കണേ. മക്കൾ എങ്ങനെ പ്രാർത്ഥിക്കും? ഈശ്വര, അച്ഛൻ്റെ അസുഖം വേഗം ഭേദമാകണേ, അച്ഛന് ജോലിക്ക് പോകാൻ സാധിക്കണേ. ഈ അച്ഛൻ ജോലിക്ക് പോയാൽ മാത്രമേ വീട്ടിലേക്കുള്ള വക വാങ്ങാൻ സാധിക്കൂ, കുട്ടികൾക്ക് പുസ്തകങ്ങൾ വാങ്ങാൻ സാധിക്കൂ. അവരങ്ങനെ പ്രാർത്ഥിക്കും. ഇതിൽ ആരുടെ പ്രാർത്ഥനയാണ് ഈശ്വരൻ കേൾക്കുക? ശവപ്പെട്ടി വിൽക്കുന്ന ആളുടെ പ്രാർത്ഥനയാണോ? ഈ രോഗാതുരനായി കിടക്കുന്ന ആളുടെ ആശ്രിതരുടെ പ്രാർത്ഥനയാണോ ഈശ്വരൻ കേൾക്കുക? ഇവിടെ അളന്നു നോക്കും. ഈശ്വരൻ അപ്പോഴാണ് തൻ്റെ അളവുകോൽ എടുക്കുക, എന്നിട്ട് അളന്നു നോക്കും. എന്താണ് അളക്കുക? ഈശ്വരൻ അളക്കുന്നത് ഇതിലെ ആരുടെ മനസ്സാണ് സംശുദ്ധമായത് എന്നാണ് ഈശ്വരൻ അളക്കുക. ആർക്കാണ് ഹൃദയ വിശാലതയുള്ളത്, തുറന്നു വെച്ച മനസ്സിൻ്റെ ഉടമയാരാണ് എന്ന് ഈശ്വരൻ അളന്നു നോക്കും. ആർക്കാണ് മനഃശുദ്ധിയുള്ളത് എന്ന് ഈശ്വരൻ അളന്നു നോക്കും. അപ്പം ഇതില് ശവപ്പെട്ടി വിൽക്കുന്ന ആളുടെ മനസ്സാണ് ശുദ്ധമെങ്കിൽ ഈശ്വരൻ തീർച്ചയായും അനുഗ്രഹിക്കുന്നത് അയാളെ ആയിരിക്കും. ഈശ്വരൻ അനുഗ്രഹിക്കുന്നതിൻ്റെ അളവുകോൽ എന്ന് പറയുന്നത് മനഃശുദ്ധിയാണ്, മനസ്സിൻ്റെ ശുദ്ധിയാണ്, മനസ്സിൻ്റെ നന്മയാണ്. ആ നന്മയിലേക്ക്, ശുദ്ധിയിലേക്ക് മനസ്സിനെ ഉണർത്തുക എന്നുള്ളതാണ് യഥാർത്ഥമായ സുഖത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത്. എപ്പോഴാണോ നമ്മുടെ മനസ്സ് സംശുദ്ധമാകുന്നത്, എപ്പോഴാണോ നമ്മുടെ ഹൃദയം വിശാലമാകുന്നത്, സങ്കുചിതമല്ലാതെ ഇടുങ്ങിയ ചിന്തകളുമായി കഴിയാതെ തുറന്നു വെച്ച വിശാലമായ മനസ്സിൻ്റെ ഉടമകളായി നമ്മൾ എപ്പോഴാണോ മാറുന്നത്, അപ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ സുഖം കിട്ടുക. നമ്മുടെ ജീവിതത്തിലേക്ക് സുഖം കടന്നു വരിക. നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും കുടുംബ ജീവിതത്തിലേക്കും സമൂഹ ജീവിതത്തിലേക്കുമെല്ലാം സുഖം കടന്നു വരുന്നത് എപ്പോഴാണോ നമ്മുടെ മനസ്സ് വിശാലമാകുന്നത് അപ്പോൾ മാത്രമാണ്. അപ്പം നമ്മുടെ മനസ്സിനെ സംശുദ്ധമാക്കുക, മനസ്സിൽ നിന്ന് ഉള്ള കാടത്തങ്ങളെ എല്ലാം ഇറക്കി താഴെ വെക്കുക. എന്തെല്ലാമാണ് നമ്മുടെ മനസ്സിൽ കുമിഞ്ഞു കൂടി കിടക്കുന്നത്? നമ്മുടെ മനസ്സിൽ എന്തെല്ലാം ഉണ്ട്? സ്വാർത്ഥതയും അഹന്തയും അഹങ്കാരവും പകയും വിദ്വേഷവും അസൂയയും, ഇങ്ങനെയുള്ള എന്തെല്ലാമാണ് നമ്മുടെ മനസ്സിൽ നിന്ന് കുമിഞ്ഞു കൂടി കിടക്കുന്നത്. ഇതൊക്കെയല്ലേ നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന പ്രധാനമായ ഘടകങ്ങൾ. ഈ മനസ്സിലുള്ള വിഷത്തെ ഇറക്കി വയ്ക്കുക എന്നുള്ള സന്ദേശമാണ് ശിവരാത്രി നമുക്ക് നൽകുന്നത്. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട കഥയും അതാണ്. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം.